നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ എൻഡിഎ. സീറ്റ് വിഭജനം ഇനിയും പ്രഖ്യാപിക്കാനാവാതെ പ്രതിപക്ഷ സഖ്യം. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കാനൊരുങ്ങി എൻഡിഎ. ദേശീയ നേതാക്കളെ അണിനിരത്തിയുള്ള വൻ പ്രചാരണം ആസൂത്രണം ചെയ്തതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ പറഞ്ഞു. जिस तरह से कांग्रेस के प्रदेश अध्यक्ष को लिखना पड़ रहा है कि दलितों का अपमान हम नहीं सहेंगे और राष्ट्रीय जनता दल के लोग ने वहां पर उनके खिलाफ उम्मीदवार खड़ा कर दिया है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രചാരണത്തിനിറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മഹാഗഡ്ബന്ധൻ സീറ്റ് വിഭജന തീരുമാനം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. കൃത്യമായ തന്ത്രവും ലക്ഷ്യവുമില്ലാത്ത പ്രതിപക്ഷ സഖ്യം അപ്രസക്തമാണെന്ന് ബീഹാർ മന്ത്രി നിതിൻ നബീൻ വിമർശിച്ചു. कांग्रेस आज इतने हाशिए पे आ गई कि एक दलित समाज के नेता को भी अपमानित करने का बात हम लोग को बोलते थे. आज राजद ने तो सबसे पहले उन्हीं के दलित समाज के नेता को अपमानित किया. ആർജെഡി എന്നത് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ സീറ്റ് വിഭജന ധാരണ അന്തിമമായിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് പ്രഖ്യാപനമുണ്ടാകുമെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര പ്രതികരിച്ചു. लोकतंत्र है भैया, उनको कहिए औकात में रहें. औकात से ज्यादा नहीं बोलना चाहिए, भले रूलिंग पार्टी के एमपी हो. शादी मंदिर में भी होती है, शादी फेरों से भी होती है, शादी अदालत में भी होती है. मंदिर की शादी को क्या अवैध बोलोगे? हर शादी क्या अदालत में होती है? सब कुछ हो चुका है, सिर्फ घोषणा बाकी. അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള ആർജെഡി ബീഹാറിൽ മാത്രമാണ് മത്സരിക്കുന്നതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ചോദിക്കില്ലെന്നും സഖ്യകക്ഷികൾ മനസ്സിലാക്കണമെന്ന് പാർട്ടി നേതാവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞു. परिस्थितियां ऐसी हैं कि इस बार सिर्फ सरकार बनाने के लिए नहीं, बिहार को बचाने के लिए, बिहार को बनाने के लिए और केंद्र की सत्ता हुकूमत को उखाड़ फेंकने के लिए ये बिहार की लड़ाई तेजस्वी जी लड़ रहे हैं. മഹാഗഡ്ബന്ധൻ പാർട്ടികളുടെ എല്ലാ ഉന്നത നേതാക്കളും ഒരുമിച്ചിരുന്ന് പ്രശ്നം പരിഹരിക്കുമെന്നും ഇനിയും സമയമുണ്ടെന്നും ആർജെഡി നേതാവ് പറഞ്ഞു. അതിനിടെ മുകേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ ഉൾപ്പെടുത്തിയതാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ സീറ്റ് വിഭജന തീരുമാനം വൈകിയതിന് കാരണമെന്ന് CPIML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ പ്രതികരിച്ചു. This time we are hoping, in fact all our friends and Bihar watchers, they are hoping that CPIML should get to contest from at least 25 seats or so. But since it is a bigger coalition, we have to settle for 20. കഴിഞ്ഞ തവണ CPIML-ന് 19 സീറ്റുകളുണ്ടായിരുന്നു. ഇത്തവണ 25 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ വലിയൊരു സഖ്യമായതിനാൽ 20 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.